നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നതും ഒമിക്രോൺ വ്യാപനവും രൂക്ഷമാകുന്നതിനിടെ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ റദ്ദാക്കുകയാണ്. വ്യാഴാഴ്ച മുതൽ 11,500 സർവീസുകൾ റദ്ദാക്കിയെന്നാണ് കണക്ക്. ക്രിസ്മസ് അവധി വന്നതോടെ യാത്രക്കാർ കൂട്ടത്തോടെ അവധി ആഘോഷിക്കാൻ പോകുന്നതും മടക്കയാത്രകളും തിരക്ക് വർദ്ധിച്ചിരുന്നു. വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടതോടെ ലക്ഷക്കണക്കിന് യാത്രക്കാർ കുടുങ്ങിക്കിടക്കുകയാണ്. തിങ്കളാഴ്ച മാത്രം 3000 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ചൊവ്വാഴ്ച 1100 സർവീസുകൾ റദ്ദാക്കി. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ കോവിഡ് കുതിച്ചുയരുന്നതോടെ സ്ഥാപനങ്ങളിൽ ജോലിക്കാരുടെ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവധികൾ റദ്ദാക്കി ജീവനക്കാർ ഓഫീസുകളിലേക്ക് തിരികെ എത്താനുള്ള ശ്രമത്തിലുമാണ്. ഒമിക്രോൺ ഭീതിയെ തുടർന്ന് 4 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് UAE കഴിഞ്ഞ ദിവസം വിലക്കേർപ്പെടുത്തുകയുണ്ടായി. കെനിയ, ടാൻസാനിയ, എത്യോപ്യ, നൈജീരിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള എല്ലാ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി UAE ഭരണകൂടം അറിയിക്കുകയായിരുന്നു. വിലക്കേർപ്പെടുത്തിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് അന്യരാജ്യങ്ങൾ വഴി UAEയിൽ എത്തുന്ന യാത്രക്കാർക്ക് അയൽ രാജ്യങ്ങളിൽ 14 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാണെന്നും അറിയിച്ചിരുന്നു. ഇന്ത്യയും സൗദിയും തമ്മിലുള്ള എയർ ബബിൾ കരാർ ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതോടെ പ്രവാസികളെല്ലാം വളരെയധികം സന്തോഷത്തിലും കൂടിയാണ്. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ വിമാന സർവീസുകൾക്ക് തുടക്കം കുറിക്കും. ഇന്ത്യൻ സിവിൽ ഏവിയേഷനുമായി സൗദി ഒപ്പുവെച്ച എയർ ബബിൾ കരാർ പ്രകാരം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് ഈ രാജ്യങ്ങളിലെ വിമാനങ്ങൾ വഴി സർവീസ് ഉപയോഗപ്പെടുത്താം. അന്താരാഷ്ട്ര വിമാനയാത്രകൾ റദ്ദാക്കുമ്പോഴും എയർ ബബിൾ സർവീസുകൾക്ക് അനുമതി ഉണ്ടാകുന്നത് പ്രവാസികൾക്ക് ഗുണം ചെയ്യും. എത്ര സർവീസുകളാണ് തുടങ്ങുക എന്നത് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഒമിക്രോൺ സാഹചര്യത്തിൽ ആഗോളതലത്തിൽ 3000-ഓളം സർവീസുകളാണ് വിമാന കമ്പനികൾ അവസാന നിമിഷം റദ്ദാക്കിയത്. 24-25 തീയതികളിലെ ക്രിസ്മസ് ഫ്ലൈറ്റുകൾ അവസാന നിമിഷം റദ്ദാക്കിയത് യാത്രക്കാരെ ദുരിതത്തിലാഴ്ത്തിയിരുന്നു. 24-ന് രാവിലെ വരെ ആഗോളതലത്തിൽ റദ്ദാക്കലുകളുടെ എണ്ണം 3000-ത്തിലധികമാണെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. US-ൽ ചില പ്രദേശങ്ങളിലെ പ്രതികൂല കാലാവസ്ഥയും വിമാന സർവീസുകൾ റദ്ദാക്കാൻ കാരണമായിട്ടുണ്ട്. യുണൈറ്റഡ് എയർലൈൻസ് 24-ന് 12ഓളം വിമാനത്താവളങ്ങളിൽ നിന്ന് പുറപ്പെടാൻ ഷെഡ്യൂൾ ചെയ്ത ജെറ്റ് ബ്ലൂ, അല്ലെജിയൻ എന്നിവയുൾപ്പെടെയുള്ള മറ്റ് എയർലൈനുകളും 25-ന് ഷെഡ്യൂൾ ചെയ്ത ഭൂരിഭാഗം വിമാന സർവീസുകളും റദ്ദാക്കുകയായിരുന്നു. അതേസമയം ഓസ്ട്രേലിയയിലും സിഡ്നിയിലെയും മെൽബണിലെയും വിമാനത്താവളങ്ങളിൽ ഡസൻ കണക്കിന് വിമാനങ്ങൾ റദ്ദാക്കുകയുണ്ടായി. വൈറസ് വ്യാപനം തുടരുന്നതിനാൽ വിവിധ മേഖലകളിലെ ജീവനക്കാരുടെ കുറവ് പല രാജ്യങ്ങളിലെയും സേവനങ്ങളെ ബാധിക്കുന്നുവെന്നാണ് വിവരം. അവധിക്കാല സീസണിൽ അപ്രതീക്ഷിതമായി വിമാനങ്ങൾ റദ്ദാക്കുന്നതിനെതിരെ ഉപഭോക്താക്കളുടെ പ്രതിഷേധം ശക്തമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.